ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഗെയിമാണ്. ഇത് ഒരു ഹൊറർ ഗെയിമാണ്. ഇതിൽ ഒരു മാൻ നമ്മളെ പിടിക്കാൻ വരും. ഇതിൽ 4 കുട്ടികളുണ്ട്. ആ കുട്ടികളെ നമ്മൾ കണ്ടുപിടിച്ച് രക്ഷിക്കണം. അതാണ് നമ്മളെ ഇന്നത്തെ ടാസ്ക്. അതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുള്ളത് നമുക്കിതിൽ ടീമാവാൻ പറ്റും. അതായത് ഇപ്പോൾ ഇതേപോലെ ഒരു കുളത്തിൽ കയറി നമ്മളിപ്പോൾ ഇവരെ ടീമാണ്. 5 ആൾക്കാർക്കാണ് മാക്സിമം ഒരു ടീമിൽ നിൽക്കാൻ പറ്റുക. അപ്പോൾ എനിക്ക് സിംഗിൾ പ്ലെയറായിട്ട് കളിക്കാം. പക്ഷേ സിംഗിൾ പ്ലെയറായിട്ട് ഒരിക്കലും നമുക്കിതിൽ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ പറ്റില്ല. ഞാൻ 42 ദിവസം വരെ മാക്സിമം 39 ദിവസം വരെ സർവൈവ് ചെയ്തിട്ട് ലാസ്റ്റ് എൻ്റെ ചത്തു. പിന്നെ എൻ്റെ ഒപ്പം ഉള്ള ഒരുത്തൻ 42 ദിവസം വരെ സർവൈവ് ചെയ്തിട്ട് ഓനും ചത്തു. അതിലേക്ക് 42 ദിവസം എന്നുള്ളത് കിട്ടി. അപ്പോൾ ഈ ഗെയിമിൽ എന്ന് പറയുന്നത് നമ്മളൊരു ക്യാമ്പ് ഫയർ ഉണ്ട്. ആ ക്യാമ്പ് ഫയറിനെ അലൈവാക്കി വയ്ക്കുക, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഈ ഗെയിം കണ്ട് തന്നെ അങ്ങോട്ട് മനസ്സിലായിക്കോളി. അപ്പോൾ നമ്മളിതാ ടെലിപ്പോർട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണാത്തവർ ലൈക്ക് അടിക്കുക, ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. ആരും ചത്തു എന്നല്ലേ ഇപ്പോൾ പറഞ്ഞത്? ഇവൻ ചത്ത്. അയ്യോ, റിവൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ബാൻഡേജാണ്. അപ്പോൾ നമ്മളെന്ന് പറയുന്നത് ഈ അടുത്തുള്ള ട്രീസ്, ഇങ്ങനത്തെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ നമ്മളെ മുറിച്ചിട്ട് ഈ ക്യാമ്പ് ഫയറിൽ കൊണ്ടുപോയി വെക്കണം. ഇതിപ്പോൾ ഞാൻ മാത്രമുള്ളല്ലോ. നമ്മൾ ഈ ക്യാമ്പ് ഫയറിൽ കൊണ്ടുപോയി വെക്കണം. ക്യാമ്പ് ഫയറിൽ കൊണ്ടുപോയി വെക്കണതാണ് നമ്മളെ മെയിൻ. എന്നിട്ട് നമ്മളെ ക്യാമ്പ് ഫയർ അലൈവാക്കി നിർത്തുക. രാത്രി ഒരു സാധനം വരും. നമ്മൾ ഈ ക്യാമ്പ് ഫയർ ഇല്ലെങ്കിൽ നമ്മളെ പിടിച്ചുകൊണ്ട് പോകും. അതാണിത്. അപ്പോൾ നമ്മൾ എത്രയും വേണം നൈറ്റ് ആവാൻ പോവാണ്. മരങ്ങളൊക്കെ വെട്ടി മുറിച്ചിട്ട് നമുക്കൊരു ഓൾഡ് ആക്സും ഉണ്ട്, ഒരു ഓൾഡ് സാങ്കും ഉണ്ട്. സാങ്ക് എന്നറിയല്ലോ, ചാക്ക്. നമുക്ക് ഈ ചോപ്പ് ചെയ്ത മരങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് ആ ക്യാമ്പ് ഫയർ ഇട്ടാൽ ക്യാമ്പ് ഫയർ കത്തും. സ്വാഭാവികമാണല്ലോ അല്ലേ? ക്യാമ്പ് ഫയർ കത്തും. നമ്മൾ ഓരോരോ ഇതിങ്ങനെ ഫുള്ളാവും. ആ ഒരു ബാർ ഫുള്ളാവും തോറും നമ്മളെ മാപ്പ് അപ്ഗ്രേഡ് ആയിക്കൊണ്ട് വരും. അങ്ങനെ നമ്മൾ ഫുള്ളാക്കി ഇങ്ങനെ പോകണം. നമ്മൾ ഇവിടുത്തെ മരങ്ങളും കൂടി ഒന്ന് മുറിക്കട്ടെ. പിന്നെ അതിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫുഡിൻ്റെതാണ്. പിന്നെ റൈറ്റ് സൈഡിൽ അവിടെ മേലെ എടുത്തുള്ളത് നമ്മളെ ഹെൽത്ത്. ഇതിൽ കുറേ കുറുക്കന്മാരൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സ്പ്രിൻ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ള സൈഡിലുള്ള ഫുഡ് കുറേ നേരം നമുക്ക് കാണാം. സ്പ്രിൻ്റ് ഓടി വേഗം കയറാം. ഇതിൻ്റെ മേലെ നമുക്ക് ഉറപ്പാണ് 100% നമുക്ക് ടോർച്ചാണ് കിട്ടുക. ടോർച്ച് വേണ്ടവർ ഈ സാധനം കണ്ടുകൊണ്ട് കയറിയാൽ മതി. ഞാൻ പറഞ്ഞില്ല, ടോർച്ച് തന്നെ. ടോർച്ച് എടുക്കാൻ പറ്റത്ത്. അതിൽ ടോർച്ച് വന്നിട്ടുണ്ട്, ഓൾഡ് ടോർച്ച്. അതിൻ്റെ മേലെ ഒരു ചാക്കോളിന് പോയിരിക്കണ്ടേ. ഇവിടെയും പെട്ടിയുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. നമുക്കൊരു റിവോൾവറാണ് കിട്ടിയത്. ഇനിയൊക്കെ ഇതിന് പൊട്ടിക്കാം. നമുക്ക് കുറുക്കന്മാരൊക്കെ വന്നൊരു സീനുമില്ല. ഇതെവിടെയും റിവോൾവറിൻ്റെ ആമോ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഫ്ലവേഴ്സൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒരു മഷ്റൂം ഒരു മാലാക ഉണ്ട്. അവിടെ ഒരു കൂനിൻ്റെ അടിയിൽ മാലാക. ആ മാലാകയ്ക്ക് നമ്മൾ ഈ പൂവ് ഒരു 20 പൂവ് ആയാൽ നമുക്ക് ആ മാലാക വിത്ത് തരും. നമുക്കിപ്പോൾ സ്പിയറാണല്ലോ കിട്ടിയത്. ക്യാമ്പ് ഫയർ ഓൾമോസ്റ്റ് ഔട്ട് നല്ലത്. ചത്ത് സ്പ്രിങ്ങില്ലല്ലോ. ആ സീലുണ്ടാ? അത് ഓനാണ്.
ആ സൈഡിൽ 2 കണ്ണ് കാണുന്നുണ്ടാവും. ഞാൻ അപ്പം അതിൻ്റെ അടുത്തേക്ക് പോകണില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് സേഫാണ്, കാരണം ഇപ്പോൾ ഒന്നും ചെയ്യില്ല. കാരണം ഫസ്റ്റ് ഡേ ആയിട്ട് 2-3 ഈസൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചെതറി ഓടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇനി കളക്ട് ചെയ്യാണെങ്കിൽ കളക്ട് ചെയ്യാം. പിന്നെ ഇതാ ഇതിൽ കുറേ മെറ്റൽ പാർട്സ് പോലത്തെ ഷീറ്റ്, ബോൾട്ട്, അങ്ങനെ കുറേ സാധനമുണ്ട്. അത് നമുക്ക് സ്ക്രാപ്പ് ചെയ്യാം. നമ്മളവിടുത്തെ ക്രാഫ്റ്റ് ബെഞ്ചിൽ എന്താ പറയുക, ക്രാഫ്റ്റ് ചെയ്യാം. ഇവിടെയും ഒരു ബോൾട്ട് ഉണ്ട്. ഓക്കെ ഇവിടെ പോവാണ്. മിക്കവാറും ഇപ്പോൾ ഡേ ആവും. നിങ്ങൾ നേരത്തെ അപ്പോൾ ഒരു കുറുക്കനെ കണ്ടില്ലേ, അവനൊക്കെ നമ്മളെ ആക്രമിക്കും. അപ്പോഴും പിന്നെ ഇവിടെ ഇതിൽ കുറേ ഗ്രൂപ്പ് വരും, അവരിതാ. പിന്നെ അവിടെ സൈഡിൽ ഇതാ ഓൻ നിൽക്കുന്നുണ്ട്. ഓൻ നമ്മൾ ബണ്ണി ഫുട്ട്, അതായത് മുയലിൻ്റെ കാലല്ലേ ഉദ്ദേശിക്കറിയില്ല. ആ ഇങ്ങനെ എന്ത് സാധനം കൊടുത്താൽ അവ നമുക്ക് എന്താ പറയുക, ഇത് തരും. എന്താ പറയുക, ഓരോരോ സാധനം തരും. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള ഗുഡ് ആക്സ് ആക്കാം, ഗുഡ് സാങ് ആക്കാം, പിന്നെ നമുക്ക് ടോർച്ച് ഓടിക്കാം. അങ്ങനെ ഓക്കെ. നമ്മളെ മരം മുറിച്ചോണ്ട് നമ്മളെ ക്യാമ്പ് ഫയർ അപ്ഗ്രേഡ് ചെയ്യലാണ് നമ്മൾ മെയിൻ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നമ്മളെ ഫുഡ് ബാർ ഇങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൽ കുട്ടീനെ രക്ഷിക്കണം, അതും നമ്മളെ മെയിനാണ്. അതിനാണ് നമ്മൾ ഈ ഫോറസ്റ്റിലേക്ക് വരുന്നത് തന്നെ. പക്ഷെ നമ്മൾ ചാവാതെ നമ്മൾ നോക്കണമല്ലോ അല്ലേ, എന്നാലല്ലേ കുട്ടീനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ പറയുക, ഈ ക്യാമ്പ് ഫയർ അലൈവാക്കണം. പിന്നെ കുട്ടികളെ രക്ഷിക്കണം, സർവൈവ് ചെയ്യണം. പിന്നെ ഇതിൽ ഓരോരോ ഗ്രൂപ്പ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും. 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ഓരോ ഗ്രൂപ്പ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും. അപ്പോൾ അതിൽ നമുക്ക് സർവൈവ് ചെയ്തിട്ട് നമ്മൾ ഈ 4 കുട്ടികളുണ്ട്, അവരെ ഫുള്ള് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ പോവാം, പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്നത് നല്ല ടഫാണ്. കാരണം എന്താ പറയുക, ക്യാമ്പ് ഫയറും നിറയ്ക്കണം, പെട്ടിയും തുടക്കണം, അങ്ങനെ കുറേ സംഭവമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ ജീവിച്ചിരിക്കുകയും വേണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൽ ഓരോരോ പെട്ടി, അതിനാണ് ഈ പെട്ടി തുറന്നത്. അപ്പോൾ ഈ കുറുക്കൻ കണ്ടില്ലേ, ഈ കുറുക്കനെ വെടിവെച്ച് കൊല്ലാണ് തീരുമാനിച്ചു. പിന്നെ ആ ഒരു മല പോലത്തെ സംഭവം കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലാണ് ഒരു കുട്ടി ഉള്ളത്. ആ കുട്ടീനെ രക്ഷിക്കാൻ എന്താ പറയുക, സൂക്ഷിച്ചുകൊണ്ട് നിൽക്കണതാണ് ഈ ചുവന്ന വരയുള്ള കുറുക്കന്മാർ. ഈ കുറുക്കന്മാരൊക്കെ എന്താ പറയുക, നമ്മൾ ചത്തു. അയ്യോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങൾ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്ര വീഡിയോ ഉള്ളൂ. ടാറ്റാ.